സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയ സംഭവത്തിൽ നടന്റെ പേര് പുറത്തായതിനെതിരെ പരാതിക്കാരിയായ നടി വിൻസി അലോഷ്യസ് പേര് പുറത്തുവിട്ടത് വളരെ മോശമായി പോയെന്ന് നടി മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു. സിനിമാ സെറ്റിൽ ഒരു നടനിൽ നിന്ന് മോശം അനുഭവമുണ്ടായി എന്ന് വിൻസി കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ വഴി പരസ്യമാക്കിയത്. എന്നാൽ നടന്റെ പേരോ ഏത് സിനിമാ സെറ്റിൽ വെച്ചാണ് സംഭവമെന്നോ നടി പറഞ്ഞിരുന്നില്ല. ആ സിനിമയെയും അണിയറയിൽ പ്രവർത്തിച്ചവരെയും ബാധിക്കില്ലേ എന്നോർത്താണ് നടന്റെ പേര് പരസ്യമാക്കാതിരുന്നതെന്നും വിൻസി പറയുന്നു. പേര് ലീക്ക് ചെയ്തതോടെ സംഘടനയുടെ തലപ്പത്തുള്ള അധികാരികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. വ്യക്തിയുടെ പേര് പുറത്തായാൽ മാധ്യമങ്ങൾ അയാളെ വെറുതെ വിടില്ല. അതിനപ്പുറം സിനിമയുടെ ഭാവി തകരും. നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തവരാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നും വിൻസി അലോഷ്യസ് പറയുന്നു. ഊഹിക്കുന്നവർ ഊഹിക്കട്ടെ, പേര് പുറത്തു വരുന്നതോടെ സിനിമയെ അത് ബാധിക്കും. അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താൻ പരാതി കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ അവസ്ഥയെ മനസ്സിലാക്കിയത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. 5 വർഷം മാത്രം പരിചയമുള്ള തൻ്റെ ബോധം പോലും ഈ പേര് ലീക്ക് ചെയ്തവർക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇയാളെ വെച്ച് എടുത്ത സിനിമയിൽ നിരവധി പേരുണ്ട്. അവരെ പരിഗണിക്കാതെ ചെയ്ത മോശം നടപടിയാണ് പേര് പുറത്തുവിട്ടവർ ചെയ്തിരിക്കുന്നത്. സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വലിയ മോശമായിപ്പോയി എന്നും വിശ്വസിച്ച് നൽകിയ പരാതിയുടെ വിവരങ്ങളാണ് പുറത്തായതെന്നും വിൻസി പറയുന്നു. ഞാനും ഒരു പ്രൊഡ്യൂസറല്ലേ, സിനിമാ കുടുംബത്തിലെ അംഗമല്ലേ, അങ്ങനെ ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ച വ്യക്തിയാണ് എൻ്റെ അറിവിൽ പേര് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നൽകിയ പരാതിയിൽ നീതി കിട്ടിയില്ലെങ്കിൽ പോലീസിനെ സമീപിക്കുമോ എന്ന ചോദ്യത്തിന് ഒരാളെയും സമീപിക്കില്ല എന്നായിരുന്നു വിൻസിയുടെ മറുപടി. നടപടികൾ എടുക്കുന്നവർ എടുക്കട്ടെ, എൻ്റെ നിലപാടിൽ ഞാൻ മുന്നോട്ട് പോകും. ഇനി മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ പരാതിക്കോ എംപവർമെൻറ്റിനോ ഇല്ല. എംപവർമെൻറ്റൊക്കെ കഴിഞ്ഞു. അനുഭവമുള്ളവർ ഒറ്റയ്ക്ക് നിലപാടെടുക്കട്ടെ. പരാതിയിലെ വാക്കുകൾ അതുപോലെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഞാനുള്ളതെന്നും വിൻസി പറഞ്ഞു. ആരാണ് പരാതി പുറത്തുവിട്ടത് എന്ന് വ്യക്തമായും അറിയില്ല. ഇക്കാര്യം അറിഞ്ഞ ശേഷം പുറത്തുവിട്ടവരിൽ നിന്ന് പരാതി പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും വിൻസി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ വിൻസിക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമായി പിന്തുണ അറിയിക്കുന്നവരുമുണ്ട്. വിൻസിയെ മോശമായി ചിത്രീകരിക്കുന്ന കമന്റുകളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പരാതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും. ഇവരുടെ സഹായം ആവശ്യമില്ല. ഒറ്റയ്ക്ക് മുന്നോട്ട് വന്നതുകൊണ്ടല്ലേ വീഡിയോ ഇട്ടത്. അനാവശ്യമായ സഹായം ചോദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വിഷമിക്കേണ്ടി വന്നത്. ഈ സിനിമയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തെ വെച്ചെടുത്ത മറ്റ് സിനിമകൾക്കും എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് എൻ്റെ ആശങ്ക, വിൻസി പറയുന്നു.